നമസ്കാരം. ചിത്ര എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ പ്രിയങ്കരിയായ വാനമ്പാടി, അവരോട് രണ്ട് തരത്തിലാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളത്. ഒന്ന്, അവരുടെ പാട്ടിലൂടെ അവരുടെ ഹൃദ്യമായ മനോഹരമായ ആകർഷകമായ ശബ്ദം, അവർ പാടിയിട്ടുള്ള ഓരോ പാട്ടും വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കും. അത്രയും മധുരമനോഹരമാണ് അവരുടെ പാട്ടുകൾ. എന്നാൽ അതിലുപരിയായിട്ട് പലരും ആ പാട്ടുകാരായി കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരിക്കും. നമുക്ക് യേശുദാസിനെ പറ്റിയുള്ള അഭിപ്രായം അതാണ്. അദ്ദേഹം പ്രശസ്തനായ, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഗായകനാണെങ്കിൽ അദ്ദേഹം പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തീരെ മോശമാണ് എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാൽ ചിത്ര അങ്ങനെയല്ല. അവർ പാട്ടിലൂടെ പ്രശസ്തിയായി ലോകം മുഴുവൻ അറിയപ്പെട്ട് കോടികൾ സമ്പാദിച്ചപ്പോഴും അവർക്ക് ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്കുണ്ടായുള്ള ദുരന്തം മറ്റൊരാൾക്കും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയാണ് ശരിക്കും നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്താണ്? അവരുടെ പ്രിയപ്പെട്ട കുട്ടി, മകൾ നന്ദന ഓർമ്മയായിട്ട് ഇപ്പോൾ 14 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 2011 ഏപ്രിൽ 14 രാവിലെ 9 മണിക്കാണ് അവരുടെ മകൾ, വെറും 6 വയസ്സുള്ള നന്ദന മരണപ്പെടുന്നത്. ഓട്ടിസം ബാധിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നെഞ്ചോട് ചേർത്താണ് ലാളിച്ച് പുന്നരിച്ച് അത് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നോക്കി ചിത്ര കൊണ്ടു നടന്നിരുന്നത്. എവിടെ പോയാലും ചിത്ര കുട്ടിയെയും കൊണ്ടുപോകും. അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ഒരു AR റഹ്മാൻ മ്യൂസിക് നൈറ്റ് നടത്തുന്നുണ്ടായിരുന്നു ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. അങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ദുബായിൽ ചിത്ര എത്തുന്നത്. താമസിച്ചതെല്ലാം എമിറേറ്റ്സ് ഹിൽസ് 2417 എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധനായ തട്ടിപ്പുകാരൻ്റെ വീട്ടിലാണ്. അതാരാണെന്നറിയാമോ? ആ ആളുടെ പേരാണ് ദിലീപ് രാഹുലൻ. ദിലീപ് രാഹുലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദിലീപ് രാഹുലനാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വില്ലൻ. അതായത് കണ്ണൂരിൽ പോയി 2 കോടി രൂപ പിണറായി വിജയന് 2006 മെയ് മാസത്തിൽ കൊടുത്ത് പിണറായി വിജയനെ വലയിലാക്കി, പിന്നീട് വിദ്യുച്ഛക്തി മന്ത്രിയാക്കി. അദ്ദേഹത്തെ 2006 ഒക്ടോബർ മാസത്തിൽ കാനഡയിൽ കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ട് 2007 ജനുവരി മാസത്തിൽ സപ്ലൈ കരാർ ഒപ്പിടിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയ ആൾ. അതിൻ്റെ ഭാഗമായിട്ട് ആ 2 കോടി ആദ്യം പിണറായി വിജയൻ കൊടുത്തു. കണ്ണൂരിൽ പോയിട്ട് ആ പണം വരുത്തിച്ചത് ദിലീപ് രാഹുലിൻ്റെയും ബീന അബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാമുകിയുടെയും അതോടൊപ്പം നാസർ എന്ന് പറയുന്ന മറ്റൊരാളുടെയും ഒക്കെ അക്കൗണ്ട് വഴിയാണ്. അങ്ങനെ പണം കിട്ടിയിട്ടാണ് പിണറായി വിജയൻ ലാവ്ലിൻ കേസിലേക്ക് വരുന്നത്. പിണറായി വിജയനെ തട്ടിപ്പുകാരനും ഇതേപോലെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി മോഹമുള്ള ആളുമാക്കി തീർത്ത് ദിലീപ് രാഹുൽ എന്ന വില്ലാളി വീരനാണ്. അദ്ദേഹം കൊടുത്ത പണം കൊണ്ടാണ് 8 കോടി രൂപ കൊടുത്തിട്ടാണ് പാർട്ടിക്ക്, അതായത് CPM പാർട്ടിയെ കയ്യിലാക്കിയത്. CPM പാർട്ടിക്ക് സെക്രട്ടേറിയറ്റിൽ പോയി EK നായനാർ ഭരിക്കുന്ന 1997 കാലഘട്ടത്തിൽ 8 കോടി രൂപയാണ് പാർട്ടിക്ക് കമ്മീഷനായി കൊടുത്തത്. അത് P ശശിയുടെ കൈവശമാണ് കൊടുത്തത്. ആ പണം കിട്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ്, അവരുടെ AKG സെൻറ്ററിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക്, അതായത് CPM സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചത്. ശീതളീകരിച്ച ഫ്ലാറ്റ്. അന്ന് 8 കോടി പറഞ്ഞാൽ ഇന്ന് 80 കോടിയുടെ വിലയാണ്. അങ്ങനെയാണ് പിണറായി വിജയൻ അതിലേക്ക് വന്നത്. ആ ദിലീപ് രാഹുലൻ പിന്നീട് പിണറായി വിജയനെ വഞ്ചിക്കുകയാണ്. എങ്ങനെയാണ് വഞ്ചിച്ചതെന്ന് അറിയാമോ? ഈ പണമെല്ലാം ഇങ്ങോട്ട് നേരെ വരികയല്ല, തിരിച്ച് കിക്ക് ബാക്ക് ആയിട്ട് മകൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴി, മകളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ വരികയാണ്. ഇതിൽ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ്, കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് 75 കോടി രൂപ വന്നത്. മലബാർ മേഖലയിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വന്ന ഫണ്ട് നേരെ വന്നത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂർക്കാണ്. ഈ പണത്തെക്കുറിച്ചിട്ട് എൻ്റെ അടുത്ത് രേഖകൾ വരും. ഞാൻ പരാതിയുമായി വന്നപ്പോൾ ഈ പണം നേരെ പോയത് എങ്ങോട്ട് അറിയാമോ? പസഫിക് കൺട്രോൾസ് എന്ന സ്ഥാപനത്തിലേക്കാണ്. അത് ആരുടേതാണെന്ന് അറിയാമോ? ഈ ദിലീപ് രാഹുലിൻ്റെയാണ്. അതായത് SNC ലാവ്ലിൻ കമ്പനിയുടെ ഇടപാടിൽ ഇടനിലക്കാരനായ ദിലീപ് രാഹുലിൻ്റെ പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന 2000 കോടി രൂപ ആസ്തിയുള്ള കമ്പനിയിലേക്കാണ് ചെന്നത്. ആ പണം പിന്നീട് പിണറായി വിജയന് കിട്ടിയില്ല. കാരണം ദിലീപ് രാഹുലൻ പിടികിട്ടാപ്പള്ളിയായി മുങ്ങി ഓസ്ട്രേലിയയിലേക്ക് പോയി. അങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷം ആദ്യം സന്ദർശിക്കാൻ പോയത് എവിടെ അറിയാമോ? ദിലീപ് രാഹുലിൻ്റെ പസഫിക് കൺട്രോൾസിലേക്കാണ്. പിന്നീട് മുങ്ങിയ ശേഷം പിണറായി വിജയൻ്റെ 75 കോടി രൂപ തിരിച്ചു കിട്ടിയിട്ടില്ല. അതേപോലെ കമല ഈ SNC ലാവ്ലിൻ കമ്പനിയിൽ നിന്ന്
തിരിച്ചു കിട്ടേണ്ട 200 കോടിയോളം രൂപ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്ന കാര്യം ഈ അടുത്ത കാലത്ത് ഷോൺ ജോർജ് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പിണറായി വിജയനുമായിട്ട് ബന്ധമുള്ള ഈ ദിലീപ് രാഹുലിൻ്റെ ഒരു വില്ലയാണ്, ദുബായിലെ വില്ലയാണ് എമിറേറ്റ്സ് ഹിൽ വില്ലാസ് 2417. ഈ ദിലീപ് രാഹുലിന് ധാരാളം ബന്ധങ്ങളുണ്ട്. അതിൽ മോഹൻലാലുമായിട്ടും ബിസിനസ് ബന്ധമുണ്ട്, ചിത്രയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് വിവരം വന്നത്. അത് ചിത്രയുടെ അക്കൗണ്ട് വഴി പോലും കേരളത്തിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പിണറായി വിജയന് കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഈ കുട്ടിയുടെ മരണത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഈ കുട്ടിയെ കൊണ്ട് 2011 ഏപ്രിൽ മാസത്തിൽ അവിടെ ഒരു AR റഹ്മാൻ പ്രോഗ്രാമിന് വേണ്ടി ചെന്ന സമയത്ത് താമസിച്ചത് ഈ വില്ലയിലാണ്. ഈ വില്ലയിൽ താമസിച്ച് അവർ കുളിക്കാൻ പോകുമ്പോൾ വാതിലെല്ലാം കൊട്ടി അടച്ച് കുറ്റിയിട്ടിട്ടാണ് അവരകത്തേക്ക്. അവിടെ ആ സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് വന്നു നോക്കുമ്പോൾ കുട്ടി സ്വിമ്മിംഗ് പൂളിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. എങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിൽ കുട്ടി എത്തുന്നത്? വലിയ വാതിൽ എങ്ങനെ കുട്ടിയെ തുറക്കാൻ പറ്റും? ഒരിക്കലും തുറക്കാൻ പറ്റില്ല. അപ്പോൾ തുറന്നു കൊടുത്ത് കുട്ടിയെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് മുക്കി കൊന്നതല്ലേ എന്നുള്ളതാണ് അന്ന് ദുബായിൽ നിന്ന് വന്ന വിവരങ്ങൾ. അങ്ങനെ ആ കുട്ടിയെ കൊന്നതിന് പിന്നിൽ എന്താണ് രഹസ്യം? അതായത് ചിത്രയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ പണമുണ്ട്. ഈ കുട്ടി വളർന്നു വന്നാലും ഇപ്പോൾ വന്നാൽ 20 വയസ്സുണ്ടാവും. ആ കുട്ടി ഓട്ടിസം ബാധിച്ച കുട്ടിയായതുകൊണ്ട് വളർന്നു വന്നാലും ആ കുട്ടിയെ കൊണ്ടു നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നത്. ചിത്രയ്ക്കല്ല, ഭർത്താവിനെ പറ്റിയുള്ള പല ആരോപണങ്ങളും വന്നിരുന്നു. പണത്തിന് വേണ്ടി വല്ലാതെ ആർത്തി പൂണ്ട ഒരു പണ്ടാരമായിരുന്നു ഭർത്താവ് എന്നുള്ള വാർത്തകളും വന്നിരുന്നു. പലരോട് ഏറ്റുമുട്ടുക, പണത്തിന് വേണ്ടി കലഹിക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. വളരെ ലേറ്റായിട്ടാണ് ചിത്ര കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞ് 14-15 വർഷം കഴിഞ്ഞിട്ടാണ് ചിത്ര ഈ കുട്ടി ഉണ്ടാവുന്നത്. എന്തായാലും ഈ കുട്ടി ഉണ്ടായതിനു ശേഷം വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും അവർ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം സത്യമാണ്. അങ്ങനെയുള്ള സംഭവത്തിൽ ഈ കുട്ടി എങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീണു? കുട്ടി ചെന്നൈ കോട്ടാർപ്പുറത്ത് കിഡ്സ് സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ സമയത്ത്. അതായത് ഇപ്പോൾ 20 വയസ്സായിട്ടുണ്ടാവും. അവിടെ വലിയ പ്രോഗ്രാമായിരുന്നു, AR റഹ്മാൻ്റെ വലിയ പ്രോഗ്രാമായിരുന്നു ഷാർജ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ചെന്നത്. അങ്ങനെ ആ ചെന്നതിൽ പെട്ടാണ് കുട്ടി ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും കൊല്ലുകയാണെന്നുള്ള വിവരം പുറത്തു വന്നത്. ഇതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല. അവിടെ ദുബായ് പോലീസ് ഉടൻ തന്നെ എംബാൾമിങ് ചെയ്ത് കുട്ടിയെ തിരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു. ചിത്രയും പോന്നു, ഗായകൻ ഹരിഹരനും പോന്നു. അങ്ങനെ ഏറ്റവും ഞെട്ടിച്ച സംഭവമായിരുന്നു ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം. ഇതിനെക്കുറിച്ച് ചിത്ര തന്നെ ഒരു പോസ്റ്റ് വളരെ ഹൃദ്യമായ ഭാഷയിൽ പിന്നീട് ഇട്ടിരുന്നു. അത് ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്ര പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: I have often heard that every birth has a purpose, and once that purpose is fulfilled, the soul moves to an eternal realm. I have also heard that time heals wounds, but only those who have lived through such loss know the truth. It does not. That wound still remains raw and painful. Miss you, Nandana. Chitra wrote, pouring her heart out. അതായത് ഇൻ ഏർലിയർ ചിത്ര മുമ്പ് ഏർലിയർ ഇൻ്റർവ്യൂസിലൊക്കെ തന്നെ എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന് പറഞ്ഞ് പാടിയിട്ടുള്ള മനസ്സ് തട്ടി പാടിയിട്ടുള്ളത് ചിത്രയുടെ കുഞ്ഞിനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ മനസ്സിൽ ഇന്നേ വരെ പോയിട്ടുള്ള അതിൻ്റെ വിഹനതകളിൽ നിന്നും അവർ രക്ഷപ്പെട്ടില്ല. അവർ ഇന്നും ആ കുഞ്ഞിനെ കോർത്ത് വിലപിക്കുകയാണ്. പക്ഷേ അതിനുള്ളിൽ ഒരു കൊലപാതകം നടന്നു എന്നുള്ള വാർത്തകൾ അന്നേ പുറത്തു വന്നിരുന്നത്. ക്രൈം അന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. ക്രൈം 2011 പബ്ലിഷ് ചെയ്ത കവർ പേജ് ചിത്രമാണിത്. മരണം ലാവ്ലിൻ കേസിലെ മുഖ്യ വില്ലൻ ദിലീപ് രാഹുലിൻ്റെ വീട്ടിൽ വെച്ച് ചിത്രയുടെ മകളെ അപായപ്പെടുത്തിയതോ എന്ന് പറഞ്ഞുകൊണ്ട് 4-5 പേജുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് ക്രൈം പുറത്തുവിട്ടത്. കാരണം ഇതിനകത്ത് വേറൊരു ദുരൂഹതയും കൊണ്ടുണ്ട്. ചിത്രയുടെ ബാങ്ക് അക്കൗണ്ട് വഴി ലാവ്ലിൻ കേസിലെ ഫണ്ട് പിണറായി വിജയന് വേണ്ടി ഇവിടെ എത്തിച്ചിരുന്നു, അതുവഴി വിഡ്രോ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അന്ന് വന്നിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണങ്ങളും മറ്റൊന്നും നടന്നില്ലെങ്കിലും അതൊക്കെ അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. പിണറായി വിജയൻ പണം വാങ്ങിയതിൻ്റെ രേഖകളെല്ലാം കൃത്യമായി CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP അശോക് കുമാർ കണ്ടെത്തി കോടതിയിൽ കൊടുത്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. പിണറായി വിജയൻ്റെ സ്വാധീനം നമുക്കറിയാം. പിണറായി വിജയൻ മാത്രമല്ല, CPM പാർട്ടി മുഴുവൻ തന്നെ ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പാർട്ടിയാണ്. ഹർകൃഷ്ണൻ സുജിത് സിംഗിൻ്റെ മകനുവിന് ബന്ധമുണ്ട്.
ബന്ധമുണ്ട് എന്നുള്ള ആരോപണം അന്ന് വന്നിരുന്നു. പ്രകാശ് കാരാട്ടിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആരോപണം വന്നിരുന്നു. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണത്തിൽ അതിൻ്റെ ഒരു കണ്ണിയായി ചിത്രയെ മനഃപൂർവ്വം അവരറിയാതെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളും ഇതിനകത്തുണ്ട്. എന്തായാലും കുഞ്ഞിൻ്റെ ദുഃഖം, വാനമ്പാടി ചിത്രയ്ക്ക് ഇങ്ങനെ ദുരന്തം ഒരിക്കലും സമ്മാനിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു നമുക്കെല്ലാം ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം മഹാനാണ്, മാന്യനാണ്, നമ്മളെല്ലാം സാന്ത്വനിപ്പിക്കുന്ന ആളാണെന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ ചിത്രയെപ്പോലെ ദൈവഭക്തയായ, എപ്പോഴും ദൈവത്തിൽ സ്തുതി പാടുന്ന, ജീവിതത്തിൽ സത്യസന്ധയായ, എല്ലാവരോടും ഹൃദ്യമായി പെരുമാറുന്ന, മനോഹരമായി പാടി മലയാളികൾക്ക് മാത്രം ലോകത്തുള്ള എല്ലാവർക്കും വിരുന്നൊരുക്കിയ, പാട്ട് കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ആ മനസ്സിൻ്റെ ഉടമയും അസാധാരണ കലാകാരിയും വാനമ്പാടിയുമായ ചിത്രയ്ക്ക് ഇങ്ങനെ ദുരന്തം സമ്മാനിക്കാൻ പാടുണ്ടായിരുന്നു. പാവം ചിത്ര. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇവരെയൊക്കെ ക്രൂശിക്കുന്നത്? ദൈവം ഇത്രയും ക്രൂരനാണോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ഉയർത്തേണ്ടത്. കാരണം ചിത്രയെ പോലെയുള്ള ഹൃദയമായ ഒരാൾക്ക് ഇങ്ങനെ ദുരന്തം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ദൈവം സമ്മാനിച്ചത് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ, എന്നിട്ടും അത് പൊന്നുപോലെ നിധി പോലെ കാത്തു സൂക്ഷിച്ച് വളർത്തിയ കുഞ്ഞിനെ തട്ടിയെടുത്തത് ആരാണ് കൊലപാതകത്തിന് പിന്നിൽ? ദിലീപ് രാഘവന് കൈയുണ്ടോ? അതല്ല സ്വന്തം ഭർത്താവ് തന്നെയാണോ? ഒന്നും നമുക്കറിയില്ല. അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണെങ്കിലും അതൊന്നും അന്വേഷിക്കപ്പെടാൻ പോകുന്നില്ല. ലാവ്ലിൻ കേസിൽ എല്ലാം അന്വേഷിച്ച് പിണറായി വിജയൻ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും 200 കോടി രൂപ തട്ടിപ്പ് നടത്തിയ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഭാര്യയ്ക്ക് 75 കോടി രൂപ തട്ടിപ്പ്, ക്യാൻസർ രോഗികളുടെ പണം തട്ടിയെടുത്ത ആളാണെന്ന് അറിഞ്ഞിട്ടും നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അതാണ് നിയമത്തിൻ്റെ പഴുതുകൾ എന്ന് പറയുന്നത്. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ആർക്കും കഴിയും. അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരു നാളെങ്കിലും ആ കുടുംബം ശരിക്കും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നില്ലെങ്കിലും ഒരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ശക്തിയെ ദൈവമായി ഞാൻ കാണുന്നു. ആ ശക്തി ഒരു ദിവസമെങ്കിലും പിണറായി വിജയൻ എന്ന ക്രൂരനായ മാഫിയ തലവന് ശിക്ഷ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നന്ദി, നമസ്കാരം.